അല്ലുവിന് അക്കാര്യം അറിയാമെന്ന് വീരൻ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. എന്നാൽ അതേ കാര്യത്തിന്റെ വേരെന്നാരും അവൾ എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. മണ്ഡപത്തിൽ വിവാഹവേഷത്തിൽ നിന്നപ്പോൾ പോലും അവളുടെ ശ്രദ്ധ പോയത് അവരിലേക്കായിരുന്നല്ലോ. പക്ഷേ അവൾ പ്രതീക്ഷിച്ച വ്യക്തികൾ വന്നിരുന്നില്ല. ഭദ്രേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നും അറിയാത്തതുപോലെ ശക്തി ചോദിച്ചു. പാലാഴിയിൽ നിന്ന് പടിയിറങ്ങുന്ന ശക്തിയെയാണോ അവൻ ആഗ്രഹിച്ചത്? അതോ മറ്റാരുടെയെങ്കിലും നിർദ്ദേശം അനുസരിച്ചതാണോ? ഇക്കാര്യത്തിൽ മറ്റാരാണുള്ളത്? മണിയാലത്തുള്ളവരുടെ കാര്യമാണോ? അതോ? ശക്തി സംശയത്തോടെ അവനെ നോക്കി. എന്നാൽ പിന്നീട് അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവളിൽ ഞെട്ടലുണ്ടായി. അല്ലെങ്കിൽ അവൾ ഞെട്ടൽ അഭിനയിച്ചുവെന്ന് തന്നെ പറയാം. വീരൻ ഇക്കാര്യത്തിൽ അനുഗ്രഹയെ ഉൾപ്പെടുത്തിയതിൽ അവൾക്ക് അതിശയമൊന്നും തോന്നിയിരുന്നില്ല. അല്ലെങ്കിലും അനുഗ്രഹം വെല്ലുവിളിച്ചതാണല്ലോ. പക്ഷേ ദേവനാഥിനെ ഉൾപ്പെടുത്തിയത് മാത്രം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൾ ഒരു അതിശയഭാവത്തിൽ ഇരുന്നു കൊടുത്തു. ഈ സമയം ഹാളിൽ, അമ്മേ, ഇതൊരവസരമാണ്. വീരന് കുടുംബമില്ലാതെ പോയാൽ അതിന്റെ ഗുണം നമുക്കാണ്. ഈ കാണുന്നതെല്ലാം ലച്ചുവിലൂടെ നമുക്ക് കിട്ടും. അലൻ പ്രമീളയ്ക്ക് മെസ്സേജ് ചെയ്തു. അവർ ഫോണുമായി അല്പം മാറി നിന്നുകൊണ്ട് മറുപടി വോയിസ് നോട്ടായി അയച്ചു. അതിന് അവൻ അവളെയും കൊണ്ട് മുറിയിൽ കയറി അടയിരുന്നില്ലേ? ഇതുവരെ ഇറങ്ങി വന്നതുമില്ല. അവനൊരു വാക്ക് അവളെ ചോദ്യം ചെയ്യുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പ്രതീക്ഷിക്കാൻ വകയുണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതെന്തായാലും ഞാൻ നേടിയെടുക്കും. അതിന് വീരനെ തന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ ഓരോന്നും ചെയ്തു കൂട്ടിയതല്ലേ. ഇനിയിപ്പോ അവനും അവളും തമ്മിൽ ശരിക്കും പ്രേമമായാൽ എന്തു ചെയ്യും? പ്രമീള ആശങ്കയോടെ പറഞ്ഞു. എൻ്റെ അമ്മേ, അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി പോവുകയാണെന്ന് അവൻ തന്നെ തുറന്നു പറഞ്ഞില്ലേ. എല്ലാവരും കൂടി ശക്തമായിട്ട് എതിർത്താൽ അവൾ അവിടെ നിന്ന് പൊയ്ക്കോളും. ഇപ്പോഴാണെങ്കിൽ അവൾ ഒരു റെയ്ഡിൽ പിടിച്ച പെണ്ണുമാണ്. ഈ ഒരു കാര്യം പോരെ അവളെ അവിടെ നിന്നും ഓടിക്കാൻ? അമ്മാവൻ കൂടി നമ്മുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ചാൽ അമ്മമ്മ ഒതുങ്ങിക്കോളും. അമ്മ അങ്ങനൊന്നും ഒതുങ്ങില്ലല്ലോ. നിനക്കെൻ്റെ അമ്മയെ ശരിക്കറിയില്ല, അതാണ്. എങ്കിൽ അതേപോലൊരു കാര്യം വീണ്ടും അവളുടെ ജീവിതത്തിൽ നടന്നാലോ? അതെന്താ അല്ലു, നീ അവളെ കൊടുക്കാൻ പോവുകയാണോ? അങ്ങനെയും കരുതാ. അതൊന്നും വേണ്ട. അവൾ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്തായാലും ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. അവർ മകനോട് പരുഷമായി പതിയെ പറഞ്ഞിട്ടാണ് ഭദ്രയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് ചെവിയിൽ പിറുപിറുക്കാൻ തുടങ്ങിയത്. പ്രമീളയുടെ വേദമോത് കഴിഞ്ഞപ്പോൾ ഭദ്രയുടെ മുഖം തെളിഞ്ഞു. ഒടുവിൽ പ്രമീളയും ഭദ്രയും ഒരു ലക്ഷ്യത്തിനായി മാത്രം കക്ഷി ചേർന്നു. എന്തൊക്കെ വന്നാലും ഇനി ഒരു നിമിഷം പോലും ശക്തിയെ ആ വീട്ടിൽ നിർത്താൻ പാടില്ലെന്ന് രണ്ടുപേരും ശക്തമായി തന്നെ വാദിച്ചു. ഈ സമയം ജിനു സംശയത്തോടെ വേദന കൊണ്ട് ഞരങ്ങുന്നവനെ തിരിഞ്ഞു നോക്കി. പതിയെ പിറുപിറുക്കുന്നതും ഫോണിൽ ടൈപ്പ് ചെയ്യുന്നതും കണ്ട് അവന്റെ മിഴികൾ കുറുകി. വയ്യെങ്കിലും ഫോൺ മാറ്റി വെക്കരുത് നീ, ജിനു അവനെ കളിയാക്കി. തിരികെ മറുപടി കൊടുക്കാൻ സാധിക്കാത്തതിനാൽ അല്ലു വേദന കടിച്ചു പിടിച്ചു നിന്നു. എന്താ ഏട്ടാ? ലക്ഷ്മി തിരിഞ്ഞു നോക്കി ചോദിച്ചപ്പോൾ അവൻ കണ്ണ് ചിമ്മി. വേദന കൂടുന്നുണ്ടോടാ? ഇപ്പോൾ ഹോസ്പിറ്റലിലെത്തും, ജിനു അവനെ ആശ്വസിപ്പിച്ചു. ലക്ഷ്മി അസ്വസ്ഥതകളോടെ ഫോൺ കയ്യിലെടുത്തു. ഈ സമയം ജാനകിയമ്മ മൗനമായിരിക്കുന്നത് കണ്ടതോടെ ഇരുവരുടെയും കലമ്പൽ വർദ്ധിച്ചു. അവർക്ക് ദേഷ്യം വന്നു. നിർത്ത്, ഇവിടെ തീരുമാനങ്ങൾ എടുക്കാൻ ഞാനുണ്ട്. ഭദ്ര അതിന് ആളായിട്ടില്ല. സ്ഥാനമറിഞ്ഞു നിന്നാൽ മതിയെന്ന് നിന്റെ ഭാര്യയോട് പറയണം പ്രസേന. ജാനകിയമ്മ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അതിൽ ഭദ്രയൊന്ന് വിരണ്ടു പോയെന്ന് തന്നെ പറയാം. ശക്തി മുമ്പ് എങ്ങനെയായിരുന്നാലും ഇപ്പോഴവൾ പാലാഴിയിൽ വീരഭദ്രസേനന്റെ ഭാര്യയാണ്. അവളെ ഇവിടുന്ന് പടിയിറക്കാൻ ഒരാൾക്കും അധികാരമില്ല. പ്രമീളയോട് മുമ്പ് പറഞ്ഞത് എനിക്ക് ഇനിയും പറയാനുള്ളൂ. സ്വന്തം മകളെ അടിച്ചിറക്കി വിട്ടെന്ന പേര് കൂടി എനിക്കുണ്ടാക്കി തരരുത്. വീരൻ കഴിഞ്ഞ് എനിക്ക് മറ്റാരുമുള്ളൂ, അത് ഓർമ്മയിൽ വേണം. പ്രസേന, നിനക്ക് എവിടെയോ പോകണമെന്നല്ലേ പറഞ്ഞത്? റെഡിയായിട്ട് പോകാൻ നോക്കൂ. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. വളരെ വേഗത്തിൽ തന്നെ ജാനകിയമ്മ ആ സഭ പിരിച്ചുവിട്ടു. അതിലുള്ള അമർഷം ഭദ്രയിൽ ശക്തമായിരുന്നുവെങ്കിലും ജാനകിയമ്മയ്ക്ക് മുമ്പിൽ അവർക്കൊന്നും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലും വീരനെതിരെ ഒരു വാക്കുപോലും ചതിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. ഇത്രയും വർഷത്തെ അഭിനയ ജീവിതം അത്ര വേഗത്തിൽ തകർക്കാൻ അവർക്കെങ്ങനെ കഴിയും? ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ അല്ലു പരിചരണത്തിനായി വിധേയനായി. ജിനു ഫാർമസിയിലേക്കും പോയപ്പോൾ ലക്ഷ്മി ക്രിസ്റ്റിക്ക് മെസ്സേജ് അയച്ചു. ഇന്ന് വരാൻ കഴിയില്ല. അടുത്ത നിമിഷം അവന്റെ കോൾ വന്നിരുന്നു. അതെന്താ? അവൾ വീട്ടിൽ നടന്ന സംഭവങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു. നീ വരുമെന്ന് കരുതി ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരുന്നു. വെറുതെ പറയല്ലേ ക്രിസ്റ്റി. സ്റ്റെഫിയെ നിന്റെ സഹോദരി ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ നീ മാറ്റി താമസിപ്പിച്ചത് അവിടെയല്ലേ?
നീ നിന്റെ പെങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി അവിടേക്ക് വന്നതല്ലേ? ലക്ഷ്മി പരിഭവപ്പെട്ടു. എൻ്റെ പെണ്ണേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അവൾ എൻ്റെ ജീവനല്ലേ. അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുമോ എനിക്ക്? ഇവിടെയാകുമ്പോൾ നല്ല അന്തരീക്ഷവുമാണ്. നിന്നെപ്പോലെ ടീനയുടെ കാര്യത്തിൽ സ്റ്റെഫി സഹകരിച്ചു നിൽക്കുന്നില്ലെന്നറിയാമല്ലോ. അന്ന് മുന്നോട്ടുള്ള നിലനിൽപ്പിനു വേണ്ടി അവളെ സ്വീകരിക്കേണ്ടി വന്നതല്ലേ? എനിക്കറിയാം ക്രിസ്റ്റി, നിനക്കെന്നോടുള്ള പ്രണയം സത്യസന്ധമാണെന്ന്. ലക്ഷ്മിയുടെ ഹൃദയം തരളമായി. ക്രിസ്റ്റി പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി മുന്നിൽ മയങ്ങിക്കിടക്കുന്ന സ്ത്രീ ശരീരത്തിലൂടെ വിരലുകൾ ഓടിച്ചു. നാളെ ഞാൻ ഉറപ്പായും വരും ക്രിസ്റ്റി. അവൾ വാക്ക് നൽകി ഫോൺ കട്ട് ചെയ്തു. ക്രിസ്റ്റി ഫോൺ കിടക്കയിലിട്ടു. ക്രിസ്റ്റീന, ഇച്ചായൻ്റെ ടീന മോളെ, നീ എത്ര സുന്ദരിയായിരുന്നു പെണ്ണെ. ഈ അവസ്ഥയിലും എനിക്ക് നിന്നോട് കൊതി തോന്നിപ്പോവുക. ക്രിസ്റ്റി അവളുടെ കാതിനരികിൽ പിറുപിറുത്തുകൊണ്ട് അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റാൻ തുടങ്ങി. അരുണേട്ടാ, മതി. ചുവന്നു തൊടുത്ത മുഖത്തോടെ പാർവതിയുടെ അനിയത്തി ശ്വേത അവനെ തടയാൻ നോക്കി. അവൻ മതിയായില്ലെന്നതുപോലെ അവളെ പിന്നെയും വലിച്ചടിപ്പിച്ചു. ചുംബനത്തിന്റെ ആഴം കൂട്ടുന്നതിനൊപ്പം അരുണിന്റെ കൈകൾ ശ്വേതയുടെ അരക്കെട്ടിൽ ചുറ്റി. വേണ്ടെന്ന് പറഞ്ഞവളുടെ കൈകൾ അവന്റെ കഴുത്തിലും ചുറ്റി മുടിയിഴകളെ കൊരുത്തു വലിച്ചുകൊണ്ട് ആവേശം പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. കൃത്യമായ താളത്തോടെ പരസ്പരം അതരത്തെ പങ്കിട്ട് നാവുകൾ ഒന്നുചേർന്നു. ചുംബിക്കുമ്പോഴുണ്ടാകുന്ന ശ്വാസത്തിന്റെ വ്യത്യസ്തമായ ശബ്ദതാളങ്ങൾ ആ മുറിയിൽ നിറഞ്ഞിരുന്നു. അരുണിന്റെ വിരലുകൾ ശ്വേതയുടെ ഉടലളവുകൾ തേടി ആഗ്രഹത്തിന്റെ തീവ്രമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരുന്നു. അവിടേക്ക് വന്ന അനു ആ രംഗം കണ്ട് ഉച്ചത്തിൽ അലറി, അരുണേട്ടാ! അവരുടെ ലോകത്തിന്റെ സ്വകാര്യത നഷ്ടപ്പെട്ട ദേഷ്യത്തോടെ ശ്വേതയിൽ നിന്ന് അകന്നു മാറിയ അരുൺ അനുവിനെ നോക്കി. ഛേ, നിനക്ക് നാണമില്ലേ ശ്വേത? അനുവിൽ നഷ്ടബോധത്തിന്റെ കൊടുങ്കാറ്റ് കോപവും നീരസവുമായി തുളച്ചു കയറി. വിവാഹിതയായിട്ടും വികാരങ്ങൾ അടക്കി കഴിയുന്നവളുടെ അതൃപ്തമായ മനസ്സ് അസൂയയുടെ മൂർച്ചയുള്ള നോട്ടം കൊണ്ടാണ് ശ്വേതയെ നേരിട്ടത്. തങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറിയതും പോരാഞ്ഞ് തന്നെ അപമാനിക്കാൻ കൂടി മടിക്കാതെ നിൽക്കുന്ന അനുവിനെ കൊല്ലാനുള്ള ദേഷ്യം ശ്വേതയ്ക്കുണ്ടായി. ചേച്ചിക്ക് നാണമില്ലേ ഇങ്ങനെ അലറി വിളിക്കാൻ? ഞാനെന്തിനു നാണിക്കണം? ഈ നിൽക്കുന്നത് എൻ്റെ സഹോദരനാണ്. നീ പക്ഷേ ഈ നിമിഷം വരെ അരുണേട്ടൻ്റെ ഭാര്യയായിട്ടില്ല. അപ്പോൾ നാണമുണ്ടാവേണ്ടത് നിനക്കാണ്. ഞങ്ങൾ പ്രണയിക്കുന്നവരാണ്, വിവാഹം ചെയ്യാൻ പോകുന്നവരുമാണ്. അത് തെറ്റാണെന്ന് തോന്നുന്നതുമില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ സംസാരിക്കാൻ ചേച്ചിക്ക് എന്താ അർഹത? വീരഭദ്രസേനന്റെ ഒപ്പം രാവും പകലും വ്യത്യാസമില്ലാതെ നടന്നവളല്ലേ. നിങ്ങൾ ചുംബിക്കുന്നത് എത്രയോ വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കാണാത്ത എന്തെല്ലാം നിങ്ങൾക്കിടയിൽ നടന്നു കാണും. അതൊക്കെ വിവാഹം ചെയ്തിട്ടായിരുന്നില്ലല്ലോ. അനുവിന്റെ മുഖമിരുണ്ടു. അതെ, നീ കണ്ടതെല്ലാം സത്യം തന്നെയാ. പക്ഷേ എന്നെ എൻ്റെ വീരനല്ലാതെ മറ്റൊരുത്തൻ തൊട്ടിട്ടില്ല. ഞാനും കൂടി പാറുവിന്റെ പക്ഷം പിടിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷ പോലെ ഈ താലി കൊണ്ടു നടക്കുന്നുവെന്നേ ഉള്ളൂ. അതും അച്ഛൻ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട്. പിന്നെ ഈ വീർ എന്നും കാണണം ശ്വേത. അനു അവളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അരുണേട്ടാ, ഞാൻ പോകുക. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അരുണിനെ നോക്കി പരിഭവത്തോടെ പറഞ്ഞിട്ട് പോയി. ഇവളോട് പ്രണയമാണെങ്കിൽ പാർവതിയോട് എന്താണേട്ടാ? പാർവതിയെ കാണാൻ വരുന്ന സന്ദർഭങ്ങളിൽ അവളെ ചുംബിക്കുന്ന അരുണിനെ ഓർത്ത് അനു ചോദിച്ചു. നീ ഇത് ചോദിക്കാൻ വേണ്ടിയാണോ ഇവിടേക്ക് വന്നത്? പലതും നടക്കാതെ പോയ കടുത്ത നിരാശ അവനിൽ ക്രോധത്തിന് വഴിവെച്ചിരുന്നു. ഏട്ടൻ എന്താ എന്നെ പരിഹസിക്കുകയാണോ? പിന്നെ ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ചു വന്നാൽ ഞാൻ എന്താണ് പറയേണ്ടത്? എന്റെ ലക്ഷ്യം നിന്നോട് പറയണമെന്നില്ലല്ലോ. ലീഗലി ഭാര്യയല്ലാഞ്ഞിട്ടും നീ ജീവനൊപ്പം തുടർന്നതും ആ ബന്ധത്തിന് നിയമസാധുത കണ്ടെത്തിയതും ലക്ഷ്യങ്ങളോടെയല്ലേ. അതുകൊണ്ട് എനിക്ക് മുമ്പിൽ ഒരുപാട് അഭിനയിക്കല്ലേ അനു. എല്ലാവർക്കും നീ ജീവന്റെ ഭാര്യയെ നിൽക്കുന്നത് ഈ താലിയുടെ പേരിൽ മാത്രമാണ്. പക്ഷേ സത്യം എനിക്കറിയാം. ലീഗലി നീ അവന്റെ ഭാര്യയാണെന്ന് മറന്നിട്ടാണോ ഈ അഭിനയം? ശരി, ഞാൻ അഭിനയിക്കുന്നില്ല. എന്താ ഏട്ടന്റെ ഉദ്ദേശം? അനുഗ്രഹ സഹികെട്ടതുപോലെ അരുണിനെ നോക്കി ചോദിച്ചു. അവളുടെ മുഖം വലിഞ്ഞു മുറുകി. അവനെ നോക്കുന്ന നോട്ടത്തിൽ പോലും ആ കടുപ്പം എടുത്തറിയാം. നാദ് പറഞ്ഞത് നീ അവൻ പറഞ്ഞിട്ട് ജീവനത്തിൽ നിന്നും ഇറങ്ങിയാൽ മതിയെന്നല്ലേ? നീയും അവനും നേരിട്ട് നടത്തുന്ന ഡീലിങ്സിൽ എന്നെ എന്തിനാ വലിച്ചിഴക്കുന്നത്? തന്നോട് പോലും നേരെ ചൊവ്വെ സംസാരിക്കാത്ത നാദ് അരുണിനോട് അത്രയും സംസാരിച്ചുവെങ്കിൽ അത് നാദല്ലെന്ന് അനുഗ്രഹിക്ക് ഉറപ്പായിരുന്നു. കാരണം ദേവനാഥ് ഒരു പ്രത്യേക സ്വഭാവത്തിന് ഉടമയാണ്. അതല്ല ഞാൻ ചോദിച്ചത്. എന്റെ ചെക്കിൽ കള്ളയൊപ്പിട്ട് 10 ലക്ഷം രൂപ പിൻവലിച്ചതെന്തിനാ? ഇനി എടുത്തില്ലെന്ന് പറയണ്ട, എന്റെ പക്കൽ തെളിവുകളുണ്ട്. ഓ, അതാണോ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഒരത്യാവശ്യം വന്നപ്പോൾ ചെയ്തു പോയതാണ്.
അതിനിങ്ങനെ ഞാൻ അറിയാതെയാണോ ചെയ്യേണ്ടത്? അവൾ അടങ്ങാത്ത ദേഷ്യത്തോടെ ചോദിച്ചു. മുമ്പും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? പിന്നെന്താ ഇപ്പോഴൊരു ചോദ്യം ചെയ്യൽ? അല്ലെങ്കിലും നീ സമ്പാദിച്ചു കൂട്ടിയതൊന്നുമല്ലല്ലോ ഇത്രയും നോവാന്. ഞാൻ സമ്പാദിച്ചതല്ല, അതേപോലെ ഏട്ടന് സമ്പാദിച്ചതല്ല. ജീവൻ പൊട്ടനൊന്നുമല്ല. അവന്റെ ബുദ്ധിക്ക് യാതൊരു കുഴപ്പവുമില്ല. എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവൻ ഏട്ടനെ അകറ്റി നിർത്തിയിരിക്കുന്നത്. ഏട്ടൻ തകർത്തെറിഞ്ഞ ബിസിനസ് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അവൻ തിരിച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അവനൊന്നും അറിയുന്നില്ലെന്ന് കരുതേണ്ട. അവൻ എന്നോടുള്ള ഒടുക്കത്തെ പ്രേമം മൂലവും ഒരു ഭർത്താവെന്ന നിലയിൽ എന്നെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന ചിന്ത കൊണ്ടുമാണ് ഇതുവരെ ചോദ്യം ചെയ്യാതെ ഇരുന്നത്. മാത്രവുമല്ല, അവർ അച്ഛനും മകനും തമ്മിലുള്ള അകൽച്ച ഞാൻ കൂട്ടിയത് കൊണ്ടുകൂടിയാണ്. രണ്ടാളുമൊന്നും തുറന്നു സംസാരിച്ചാൽ ഞാൻ വഞ്ചനാക്കുറ്റത്തിന് അഴിയെണ്ണേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അരുൺ നിസ്സാരമായി പറഞ്ഞു. ഉണ്ടായാലും ഏട്ടൻ എന്താ അല്ലേ? എന്റെ ജീവിതമല്ലേ പോകുന്നത്. നിന്റെ എന്ത് ജീവിതമാണ് നശിച്ചത്? ആദ്യം ഞാൻ നിന്നെ നിർബന്ധിച്ചെങ്കിലും പിന്നീട് സ്വന്തം താല്പര്യത്തോടെയല്ലേ നീ ഞങ്ങളുടെ കൂടെ നിന്നത്. അതും ഇതും തമ്മിൽ എന്തിനാ കൂട്ടിയിളക്കുന്നത്? നീ പറഞ്ഞതിനുള്ള മറുപടിയാണു ഞാൻ തരുന്നത്. ഏട്ടന് സാമാന്യബോധം പോലും ഇല്ലാതെയായോ? ഞാൻ പറഞ്ഞത് പണമെടുത്ത കാര്യത്തെക്കുറിച്ചാണ്. ജീവൻ ഇപ്പോൾ ഏട്ടനോട് മര്യാദയ്ക്ക് മിണ്ടുന്നുണ്ടോ? അവരുടെ ബിസിനസ്സിൽ കൈകടത്താൻ പോലും സമ്മതിക്കുന്നില്ല. പഴയ പോലെ വെറുതെ സങ്കടത്തിൽ കിടക്കുകയല്ല അവൻ. ഇനിയും തോറ്റിട്ടില്ലെന്ന് ഓരോ നിമിഷവും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാറുവിനെ ശംഖുവിന്റെ പേരിൽ പോലും അവൻ സ്വീകരിക്കാൻ തയ്യാറല്ല. അതവൻ എന്നോട് വ്യക്തമായി പറയുകയും ചെയ്തു. എനിക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം അവന്റെ ഭാര്യയായതിനാലാണ്. അതിനെ ചോദ്യം ചെയ്യപ്പെടുന്നതും ഞാൻ കള്ളിയാണെന്ന് അവൻ എന്റെ മുഖത്തു നോക്കി പറയുന്നതും ഒരുപോലെയല്ലേ? അവന്റെ അമ്മയെയും അപ്പച്ചിയെയും അജിത്തിനെയും ഒക്കെ എന്റെ പക്ഷത്ത് നിർത്തി മുന്നോട്ട് പോകുന്നത് പലതും മുന്നിൽ കണ്ടിട്ട് തന്നെയാ. ഏട്ടൻ ഈ 10 ലക്ഷം രൂപ എന്റെ പേരിലല്ലേ പിൻവലിച്ചിരിക്കുന്നത്. ഞാനതിന് സമാധാനം പറയേണ്ടി വരും. അത് ചിലപ്പോൾ മുന്നോട്ടുള്ള എന്റെ ജീവിതത്തെ ആയിരിക്കും ബാധിക്കുക. വീരൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അനു? അതാണോ ഇവിടുത്തെ പ്രശ്നം? ഞാൻ ചോദിച്ചതിന് മറുപടി താ അനു. തീർച്ചയായും വീരനും ഞാനും തമ്മിലുള്ള പ്രണയം അത്ര വേഗത്തിൽ അവസാനിക്കുന്നതല്ല. ഞാൻ സേന എന്ന് സ്നേഹത്തോടെ വിളിച്ചു ചെന്നാൽ മതി. കുറച്ചു സമയം സംസാരിച്ചാൽ മാത്രം മതി അവൻ എന്നോട് അടുപ്പം തോന്നാൻ. അതിന് കാരണം അറിയുമോ ഏട്ടന്? ഞാൻ സ്വാർത്ഥയാണെങ്കിലും അവനോടുള്ള പ്രണയത്തിൽ കള്ളം കാണിച്ചിട്ടില്ല. ഇന്നും എന്റെ മനസ്സ് ശരീരവും അവനു വേണ്ടി മാത്രമായി സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ അജിത്തിനെ കയ്യിലെടുത്തത് തന്നെ വീരനിലേക്കുള്ള വഴി എളുപ്പമാക്കാൻ വേണ്ടിയാണ്. ഇതുവരെ ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നുവെങ്കിൽ ഇനിയും അങ്ങനെ തന്നെ നടക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. പക്ഷേ നീ വീരനെ ചതിച്ചില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ക്ഷേത്രത്തിൽ നിന്ന് ആഭരണങ്ങൾ കളവ് പോയ രഹസ്യം മറ്റാർക്കും അറിയില്ലെങ്കിലും പാലാഴിയിലും ജീവനത്തിലുമുള്ളവർക്കറിയാം. ആ താക്കോൽ വീരന്റെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് നീയാണ് ജീവന് നൽകിയത്. അനുഗ്രഹം ഒരു നിമിഷം മിഴികൾ ഇറുകെ പൂട്ടി. ജീവനത് മോഷ്ടിക്കാൻ തന്നെയായിരുന്നു. പക്ഷേ ഏട്ടൻ എന്താ ചെയ്തത്? ദേവനാഥിനൊപ്പം ചേർന്ന് പുതിയൊരു പദ്ധതി ഉണ്ടാക്കിയെടുത്തില്ലേ? കഴിഞ്ഞു പോയതൊന്നും വെറുതെ കുത്തിപ്പൊക്കരുത്. ഏട്ടന്റെ വികൃതമായ മുഖം പുറത്തേക്ക് വന്നാൽ സ്വന്തം വീട്ടുകാർ തന്നെ ഭയപ്പെട്ടു പോകും. എടുത്ത പണം വേഗത്തിൽ തിരിച്ചു തരാൻ നോക്കണം ഏട്ടാ. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ മുന്നിൽ ഭയത്തോടെ നിന്നിരുന്ന എന്റെ മറ്റൊരു മുഖം കാണും. നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്റെ ഇത്രയും വർഷങ്ങൾ ഞാൻ ഹോമിച്ചു കളഞ്ഞത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണ്. ആ ലക്ഷ്യത്തിൽ വീരൻ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ദൈവവും എനിക്കൊപ്പമാണ്. അല്ലെങ്കിൽ കല്യാണപ്പെണ്ണ ലക്ഷ്മിയിൽ നിന്ന് ആ കറുമ്പിയിലേക്ക് മാറില്ലായിരുന്നല്ലോ. വീരന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എന്നോളം മറ്റാർക്കും അറിയില്ലല്ലോ. ശക്തിശ്രീ എനിക്കൊരു എതിരാളിയല്ല. അതുകൊണ്ട് വീരഭദ്രസേനൻ എന്നും ഈ അനുഗ്രഹിക്കുള്ളതാണ്. അപ്പോൾ പറഞ്ഞത് മറക്കേണ്ട. അല്ലെങ്കിൽ നാഥുമായി നടക്കാൻ പോകുന്ന ഡീലിങ് അങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഏട്ടനേക്കാൾ അയാൾ എനിക്ക് പ്രാധാന്യം തരുന്നുണ്ടെന്ന് അറിയാമല്ലോ. ഞങ്ങൾക്കിടയിൽ മറ്റാർക്കും അറിയാത്ത ചില രഹസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി വിട്ടുവീഴ്ച ചെയ്ത് ഞാൻ എൻ്റെ ആത്മാർത്ഥ പ്രണയം ത്യജിച്ചാൽ പിന്നെയും നേട്ടങ്ങൾ കൂടും. എന്നിൽ വാശിയുണ്ടാക്കി അതൊന്നും ചെയ്യിക്കരുത്. നിങ്ങൾക്കൊന്നും അത് നല്ലതിനാവില്ല. മാത്രവുമല്ല, ദേവനാഥിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുകയെന്നാൽ ജീവനെ പോലെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ നരകിക്കുമെന്നൊരർത്ഥവും കൂടിയുണ്ട്. അരുണിനെ നോക്കി പറഞ്ഞിട്ട് അവൾ മുറിവിട്ടിറങ്ങി. അവളുടെ വാക്കുകളിൽ അവന് നേരിയ ഭയം തോന്നിയിരുന്നു. ഓർമ്മയിൽ ജീവനെ കടുത്ത കോപത്തോട് മർദ്ദിക്കുന്ന ദേവനാഥിനെ അരുൺ ഓർത്തുപോയി. അനുവിന്റെ കഴുത്തിൽ ബലമായി താലി കെട്ടിയ ജീവനെ തള്ളിമാറ്റി അവൾ വടക്കേ നടയിലൂടെ
ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടിയിരുന്നു. പിന്നാലെ ജീവനും. അനു ചെന്നു നിന്നത് വീരന്റെ മുന്നിലായിരുന്നു. അനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവൻ വീരനെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ചിഹ്നം വിളിച്ചെത്തിയ കേശവൻ ജീവനെ തുമ്പിക്കൈയിൽ തൂക്കിയെറിഞ്ഞു. അനുഗ്രഹിക്കുന്ന നേരെ തിരിഞ്ഞ കേശവനെ വീരനാണ് പിന്തിരിപ്പിച്ചത്. ജീവൻ വീണത് അടുക്കി വെച്ചിരുന്ന പനയോലകൾക്ക് മുകളിലായിരുന്നു. ആ വീഴ്ചയിൽ വലിയ ആഘാതമൊന്നും സംഭവിക്കാതിരുന്ന ജീവനെ ദേവനാഥ് അടിച്ചു വീഴ്ത്തി. ജീവൻ മണ്ണിലേക്ക് കമിഴ്ന്നു വീഴുമ്പോൾ അവന്റെ നട്ടെല്ലിൽ തന്നെ പ്രഹരിച്ചു. കലിയടങ്ങാതെ ജീവനെ പിന്നെയും പിന്നെയും മർദ്ദിച്ച ദേവനാഥിനെ മറ്റുള്ളവർ വരും മുമ്പ് വലിച്ചു മാറ്റിക്കൊണ്ടുപോയത് താനാണ്. അതുമാത്രമോ, വീരന്റെ സുഹൃത്തിനെ യാതൊരു ദയയുമില്ലാതെ അവന്റെ ആളുകൾ മർദ്ദിച്ചു കൊന്നുവെന്ന് അനു പറഞ്ഞിരുന്നു. ജീവനാൽ ഗർഭിണിയായ പാറുവിനെ കുളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതും അവനാണ്. ജീവന്റെ വംശപരമ്പര പോലും നിലനിൽക്കാൻ പാടില്ലത്രേ. ചിലർക്ക് പ്രണയനൈരാശ്യം കൊണ്ട് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെങ്കിൽ മറ്റു ചിലർക്ക് കേശവനെ ഭയന്നോടിയെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കേശവന് പിന്നിൽ നിന്ന് നാഥിനെ കണ്ടാണ് അവൾ ഭയന്നോടിയത്. ജീവനെ പോലെ തന്നെയുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ ജീവന്റെ അച്ഛന്റെ അതേ രൂപത്തിലുള്ള ദേവനാഥിന്റെ ക്രൂരമായ മുഖം അവൾ അന്ന് ആദ്യമായി കാണുകയായിരുന്നു. കുളത്തിനരികിൽ ഓട്ടം അവസാനിപ്പിച്ചവൾ ആ കൈകൾ കൂപ്പി. എന്നെ ഒന്നും ചെയ്യരുത്. നിന്നെ ഒന്നും ചെയ്യില്ല, പക്ഷേ ജീവനാഥിന്റെ രക്തം നിന്നിൽ ഉണ്ടാവരുത്. അതിന് നീ കുറച്ച് വെള്ളം കുടിച്ചു. ക്രൂരമായ പുഞ്ചിരിയോടെ പാറുവിന്റെ ചുണ്ടിൽ വിരൽ കൊണ്ട് ഞൊട്ടിവിട്ടാണവൻ അവളെ കുളത്തിലേക്ക് തള്ളിയിട്ടത്. എല്ലാം കണ്ടിട്ടും പ്രതികരിക്കാൻ കഴിയാതെ ഭയന്നു നിൽക്കാൻ മാത്രമേ തനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ എന്താണ് അയാൾക്കും ജീവനത്തിലുള്ളവർക്കും ഇടയിലുള്ള ശത്രുതയെന്ന് ഇന്നും അറിയില്ല. രൂപം കൊണ്ട് ഏകദേശം ഊഹം കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം. പാലാഴിയും ജീവനം പോലെ നാഥന്റെ ശത്രുക്കളുടെ പാളയമാണ്. അവിടെയുള്ള ആരോടും അവന് കരുണയുണ്ടാവില്ല. കാണുന്നത് പോലെയല്ല, ഒരു നോട്ടത്തിൽ പോലും ഭയക്കണം അവനെ. അത്രയ്ക്കും അപകടകാരിയാണ് അവൻ. മാത്രമല്ല, അവനൊപ്പമുള്ളവരും. ശക്തമായ ബന്ധങ്ങളാണ് അവനുള്ളത്. നല്ല ലക്ഷ്യങ്ങളോടെയൊന്നുമല്ല അവൻ അനുവിന് അവൾ ആഗ്രഹിക്കുന്ന ഹോസ്പിറ്റൽ വാങ്ങി നൽകാൻ പോകുന്നത്. അവളുടെ വിശ്വസ്തതയ്ക്ക് അവൻ നൽകുന്ന കൂലി മാത്രമല്ല, ഭാവിയിൽ അവനു വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള രഹസ്യ ഇടം കൂടിയാണ്. അരുൺ ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നു. ശക്തി വളരെ ദേഷ്യത്തിലാണ്. ആർത്തവം അടുത്തു വരുന്ന ദിവസങ്ങളിൽ അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കുക എന്നത് പ്രയാസകരമാണ്. പകരം അവൾ മൗനം പാലിക്കും. ഇന്നത്തെ ദിവസം നല്ലതല്ലാത്ത അനുഭവങ്ങൾ എണ്ണി പറയാനുള്ളതിനാൽ ബാൽക്കണിയിലെ റെയിലിംഗിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് അവൾ പല്ലിറുമി. അല്ലുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയവർ തിരികെ വന്നിട്ടില്ല. അഡ്മിറ്റ് ചെയ്യാനും മാത്രം ഒന്നുമില്ലെങ്കിലും മകൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞുള്ള നാടകത്തോടെ പ്രമീള പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് പോയാലോ ശക്തി? ട്രസ്റ്റിലേക്ക് ഇന്ന് വരില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഭദ്രേട്ടാ. അവനോട് സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഈർഷ്യ അവളുടെ ഭാവത്തിൽ തന്നെ നിറഞ്ഞിരുന്നു. ട്രസ്റ്റിലേക്കല്ല, ഈ നാട് കാണാൻ. പിന്നെ എനിക്കറിയാത്ത നാടല്ലേ? അവൾ പുച്ഛിച്ചു വിട്ടു. നിനക്കറിയുന്ന നാട് വീരഭദ്രസേനന്റെ ഭാര്യയായിരുന്നു കൊണ്ട് കണ്ടാലോ? താല്പര്യമില്ല, അവൾ മുഖം ചുളിച്ചു വ്യക്തമാക്കി. മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ കണ്ണും പൂട്ടി സമ്മതിക്കുമായിരുന്നു. ഇപ്പോൾ സംസാരിക്കാൻ തന്നെ അവൾക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. എന്താ പെണ്ണിന്റെ അഹങ്കാരം? എനിക്ക് ഹോസ്പിറ്റൽ വരെ പോകാനുണ്ട്. നീ വരുന്നില്ലല്ലോ? ഇല്ല, ഞാനിന്ന് വരില്ല. അവൾ മൂളുക മാത്രം ചെയ്തു. അവളുടെ പെരുമാറ്റം കണ്ട് വീരന് ശുണ്ടി പിടിച്ചിരുന്നു. മുമ്പും അവൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷേ അവൻ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അതേസമയം തന്നെ അജിത്ത് വിളിച്ചതിനാൽ അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടാണ് വീരൻ പുറത്തേക്ക് പോയത്. ജിനു പൊയ്ക്കോ, ഞാനും അമ്മയും കൂടി ഇന്നിവിടെ നിന്നോളാം. ലക്ഷ്മി തിടുക്കത്തിൽ അവനെ പറഞ്ഞു വിടാൻ ശ്രമിച്ചു. സാരമില്ല ലച്ചു. സാരമുണ്ട് ജിനു. അമ്മ കൂടി വന്നു കഴിഞ്ഞാൽ ജിനു എവിടെ കിടക്കും? എല്ലാവരും കൂടി ഇവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏട്ടന് പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ല. എങ്കിൽ നിനക്കും വന്നുകൂടെ? നമുക്കൊരുമിച്ച് പോകാം. ലക്ഷ്മി അവനെ ദേഷ്യത്തിൽ നോക്കി. ഞാനെന്താ ചെറിയ കുട്ടിയാണോ? ഏതു നേരവും ആരെയെങ്കിലും ഒപ്പം കൂട്ടി നടക്കാൻ? എനിക്കിത്രയും കെയറിംഗ് ഒന്നും ഇഷ്ടമല്ല ജിനു. എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എൻ്റെ തീരുമാനങ്ങളിൽ മറ്റൊരാൾ കൈ കടത്തുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ പോകാം അല്ലേ? അവൻ മടിയോടെ ചോദിച്ചു. അതല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ജിനു ചെല്ല്, നാളെ രാവിലെ വന്നാൽ മതി. എങ്കിൽ രാത്രി കഴിക്കാനുള്ളത് കൂടി വാങ്ങി തന്നിട്ട് പോകാം. ലക്ഷ്മി ഫോണിന്റെ ഡിസ്പ്ലേ ഓൺ ചെയ്ത് നോക്കി. സമയം 3:20. അവനെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ അവൾക്കൊരു തിടുക്കമുണ്ടായിരുന്നു. തുടരും.